ഇന്ന് 4ാം ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ലിസാൻ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ഭാഗം യോജിച്ചത് തിരഞ്ഞെടുത്തെഴുതാനുള്ളതാണ്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ അസ്വദീഖാനി. അസ്വദീഖാനി എന്ന് പറയുമ്പോൾ 2 കൂട്ടുകാർ. അപ്പോൾ ഇവിടെ 2 കൂട്ടുകാർ എന്ന് പറയുമ്പോൾ അതിന് യോജിച്ചതായിട്ടുള്ള ഉത്തരം അപ്പുറത്തെ ബോക്സിൽ നിന്നും കണ്ടെത്തണം. അപ്പോൾ അതിന് യോജിക്കുന്ന ഉത്തരം യഖ്റആനി. അസ്വദീഖാനി യഖ്റആനി. ഇനി രണ്ടാമത്തത് അൽ ഉമ്മു. ഉമ്മു എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ സ്ത്രീകളെ സൂചിപ്പിക്കുമ്പോൾ ത എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് യോജിച്ച ഉത്തരം തസ്നഉ. ഇനി അടുത്തത് അൽ മുസ്ലിമൂന. മുസ്ലിമൂന എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതിന് യോജിച്ചതായിട്ട് വരുന്നത് യദ്ഹബൂന. മുസ്ലിമൂന യദ്ഹബൂന. ഇനി അടുത്തതായിട്ട് വരുന്നത് അൽ മുഅ്മിനാത്തു. അൽ മുഅ്മിനാത്തു എന്നതിന് യോജിച്ചത് യസുംന. ഇനി അടുത്ത ഭാഗം മാതൃക നോക്കിയിട്ട് ബാക്കിയുള്ള ഉത്തരങ്ങൾ കറക്റ്റായിട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹംസത്തുൻ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ ഹാമിസുൻ എന്നാണ് ചോദ്യപേപ്പറിലുള്ള ഭാഗം. അപ്പോൾ ഹംസത്തുൻ എന്ന് പറയുമ്പോൾ 5, ഹാമിസുൻ എന്ന് പറയുമ്പോൾ 5-ാമത്തേത്. ഇനി അതിനുശേഷം ബാക്കിയുള്ളതിന് ശരിയായ ഉത്തരം എഴുതണം. അപ്പോൾ വാഹിദുൻ 1, അൽ അവ്വലു 1-ാമത്തേത്. അടുത്തത് അർബഅത അശറ. അതിൻ്റെ ഉത്തരം അർ-റാബിഉ അശറ. അടുത്തത് സബ്അത്തുൻ. അതിൻ്റെ ഉത്തരം അസ്-സാബിഉ. ഇനി അടുത്ത ഭാഗം വിട്ടുപോയത് പൂരിപ്പിച്ചെഴുതാനുള്ളതാണ്. അപ്പം അതിൽ ഹുവ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഹുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പൂരിപ്പിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. അടുത്തത് അൻത എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന. ഇത് നമ്മൾ ഇങ്ങനെ ഓർഡറിൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് ഇടയിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് പൂരിപ്പിക്കാനായിട്ട് ചോദ്യപേപ്പറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ഭാഗം ഇവിടെ ബോക്സിൽ തന്നിട്ടുള്ള ഓരോ വാചകത്തിൽ നിന്നും ഇസ്മ്, ഫിഅല്, ഹർഫ് ഇവ 3ഉം തരംതിരിച്ച് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇസ്മ് എന്ന് പറയുമ്പോൾ പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. പേര് മനുഷ്യരുടെ പേര് മാത്രമല്ല, സ്ഥലപ്പേര്, മൃഗങ്ങൾ, ഇങ്ങനെ പേരിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇസ്മിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി ഫിഅല് എന്ന് പറയുമ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, പ്രവൃത്തികളെയാണ് നമ്മൾ ഫിഅല് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ ബോക്സിൽ റഹബ ത്വാലിബു ഇലൽ മദ്രസത്തി അങ്ങനൊരു വാചകം നമുക്കിവിടെ കാണാം. അപ്പോൾ ദഹബ എന്ന് പറയുമ്പോൾ പോയി എന്നാണ് വരുന്നത്, അർത്ഥം വരുന്നത്. അപ്പോൾ പോയി, പോകുക എന്നൊക്കെ പറയുമ്പോൾ അതെന്താ, ഒരു ഫിഅലാണ്. അപ്പോൾ ദഹബ എന്നുള്ളത് നമ്മൾ ഫിഅലിൻ്റെ ബോക്സിലേക്ക് എഴുതണം. ഇനി അടുത്തത് അത്വാലിബു. ത്വാലിബു എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കതിനെ ത്വാലിബു എന്നുള്ളത് ഇസ്മിൻ്റെ ബോക്സിലേക്ക് എഴുതാം. ഇനി റഹബ ത്വാലിബു ഇല. ഇല എന്നുള്ളത് ഇസ്മിലും ഫിഅലിലും പെടുന്ന ഒന്നല്ല. അതിന് പ്രത്യേകമായിട്ട് ഒരു അർത്ഥം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ റഹബ ത്വാലിബു ഇലൽ മദ്രസത്തി, അപ്പോൾ മദ്രസയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ മദ്രസയിലേക്ക്, വീട്ടിലേക്ക്, വീട്ടിൽ, അങ്ങനെ അർത്ഥം വരുന്ന വാക്കുകളാണ് ഹർഫിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇല എന്ന് പറയുന്നത് നമ്മൾ ഹർഫിൻ്റെ ബോക്സിലേക്ക് എഴുതണം. പിന്നെ അൽ മദ്രസത്തി, മദ്രസ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അത് ഇസ്മിലേക്ക് എഴുതാം. ഇതുപോലെ നമ്മൾക്ക് ഓരോന്നും അടുത്ത സെൻറ്റൻസ് റജ എന്നുള്ളത് ഫിഅല്, മിനൽ മദ്രസത്തി, അപ്പോൾ മിന എന്നുള്ളത് ഹർഫിലേക്ക്, മദ്രസത്തി എന്നുള്ളത് ഇസ്മിലേക്ക് എഴുതുക. പിന്നെ ഹുവ എന്നുള്ളത് ഹർഫ്, യജ്ലിസു ഫിഅലാണ്, അല എന്നുള്ളത് ഹർഫിലേക്ക്, കുർസിയു എന്നുള്ളത് ഇസ്മ്, ഫിൽ എന്നുള്ളതിൽ ഫി ഹർഫിലേക്കും ബൈത്ത് എന്നുള്ളത് ഇസ്മിലേക്കും
തരംതിരിച്ച് എഴുതണം. ഇങ്ങനെ വാക്കുകളെ തരംതിരിച്ച് ഇസ്മ, ഫിഅല് എന്നിങ്ങനെ എഴുതാനായിട്ട് നമ്മൾക്ക് അറിയണം. ഇനി അടുത്ത ഭാഗം താഴെ തന്നിട്ടുള്ള ബോക്സിൽ ചുവന്ന കളറിലുള്ള കുറച്ച് അക്ഷരങ്ങൾ നമ്മൾക്ക് കാണാം. ഈ അക്ഷരങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ലൊമാഇർ മുത്തസില്, ലൊമാഇറുൽ മുൻഫസില് ഇങ്ങനെ 2 ബോക്സിലേക്ക് മാറ്റി എഴുതാനുള്ളതാണ്. അപ്പോൾ ലൊമാഇർ മുത്തസില് എന്ന് പറയുമ്പോൾ മറ്റുള്ള വാക്കുകളോടൊപ്പം ചേർന്ന് വരുന്നവയാണ് ലൊമാഇർ മുത്തസില് എന്ന് പറയുന്നത്. ലൊമാഇർ മുൻഫസില് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന വാക്കുകളെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബോക്സിൽ യാ ത്വാലിബത്താനി അൻതുമ, അൻതുമ എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് അതിനെ മുൻഫസിലിന്റെ ബോക്സിലേക്ക് മാറ്റി എഴുതണം. ഇനി നിറം കൊടുത്തിട്ടുള്ള വാക്ക് ബൈത്തികുമാ. അതിൽ കുമാ എന്നുള്ളത് ബൈത്തിനോടൊപ്പം ചേർന്ന് വന്നിട്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ കുമാ എന്നുള്ളത് മുത്തസിലിന്റെ കോളത്തിലേക്ക് നമ്മൾ എഴുതണം. അടുത്ത നിറം കൊടുത്തിട്ടുള്ളത് നഹ്നു. നഹ്നു എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് അതിനെ മുൻഫസിലിന്റെ കോളത്തിൽ എഴുതുക. ഇനി ഏറ്റവും ലാസ്റ്റ് റബ്ബന എന്നുള്ളതിൽ ന എന്ന വാക്കിന് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ന എന്നുള്ളത് മുത്തസിലിന്റെ കോളത്തിലേക്കും മാറ്റി എഴുതണം. ഇനി അടുത്തതായിട്ട് താഴെ തന്നിട്ടുള്ള മൻ, അതുപോലെ തന്നെ മത്ത, ഇവ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ മൻ എന്ന് പറയുമ്പോൾ ആര്, മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾക്ക് പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ വായിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ മൻ എന്ന് പറയുമ്പോൾ ആര്, മൻ യഅരിഫു മിൻകും എന്നൊരു ചോദ്യം നമ്മൾക്ക് അവിടെ എഴുതാം. മൻ യഅരിഫു മിൻകും എന്ന ഒരു പാഠഭാഗത്തിൽ നിന്നുള്ളൊരു ചോദ്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്നുള്ളൊരു ചോദ്യം, അത് നമ്മൾക്ക് അവിടെ എഴുതാം. അടുത്തത് മത്താ തർജിഊന, എപ്പോഴാണ് നിങ്ങൾ മടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. ഇനി അടുത്തത് തന്നിട്ടുള്ള വാക്കുകളുടെ മാലി എഴുതാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ യദ്ഹബു എന്ന് തന്നിട്ടുണ്ട്. യദ്ഹബു എന്നതിൻ്റെ മാലി ദഹബ, യദ്റുസു ദറസ, യസ്നഉ സനഅ. അപ്പം ഇതുപോലുള്ള മാലി ഉണ്ടാക്കാനൊക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്തതായിട്ട് സർഫാക്കാനുള്ള ഭാഗമാണ് വിട്ടുപോയിട്ടുള്ളത്. യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബുന, തക്തുബാനി, യക്തുബുന. ഇനി അടുത്ത ഭാഗം നക്തുബു ഷഹ്റൈനി ബഅദ റബിയുൽ അവ്വൽ. റബിയുൽ അവ്വലിന് ശേഷം വരുന്ന 2 മാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാസങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. റബിയുൽ അവ്വലിന് ശേഷം വരുന്നത് റബിയുൽ ആഖിർ, ജമാദുൽ ഊല. ഇനി അടുത്ത ഭാഗം തന്നിട്ടുള്ളത് അറബിയിലേക്ക് എഴുതാനാണ്. ഇവിടെ അർത്ഥം തന്നിട്ടുണ്ട്, അത് അറബിയിലേക്ക് എഴുതുക. സുബ്ഹിയുടെ മുൻപ് നബീൽ പള്ളിയിൽ പോയി. അപ്പോൾ അതിന് അറബിയിലേക്ക് മാറ്റുമ്പോൾ റഹബൽ നബീലു ഇലൽ മസ്ജിദി ഖബല സുബ്ഹി. ഇനി അടുത്തത് നിസ്കാര ശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങി. ഇതിനെ അറബിയിലേക്ക് മാറ്റി എഴുതണം. റജഅ ബഅദ സ്വലാത്തി ഇലൽ ബൈത്തി. ഇനി അടുത്ത ഭാഗം താഴെ തന്നിട്ടുള്ളതിനോടൊപ്പം തന്നെ അൻ, മിൻ, അല എന്നിവ വാക്കുകൾ ചേർത്ത് പൂരിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഡാഷ് ഷജറത്തി ബബ് ആ, മരത്തിൽ തത്ത. അപ്പോൾ മരത്തിൻ്റെ മേലെയാണ്, മുകളിലാണ് തത്ത ഉണ്ടാവുക. അപ്പോൾ മുകളിൽ എന്നർത്ഥം വരുന്ന അല, അല ഷജറത്തി ബബ് ആ. ഇനി അടുത്തത് റളിയല്ലാഹു ഡാഷ് അഹ്ലി ബദരിൻ, ബദരീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തൊട്ട് എന്നർത്ഥം വരുന്ന അൻ എന്നാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് യതവല്ലഉ ഡാഷ് അൽ ഹൗൽ, ഹൗലിൽ നിന്നും വുളു എടുക്കുന്നു. അപ്പോൾ നിന്ന് എന്നർത്ഥം വരുന്ന മീന, യതവല്ലഉ മിനൽ ഹൗലി. അടുത്തത് മുഫ്രദ് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് തുയൂർ. തുയൂർ എന്നതിൻ്റെ മുഫ്രദ്
ത്വയ്റുൻ, അയ്യാമുൻ എന്നതിൻ്റെ മുഫ്രദ് യൗമുൻ, ബുയൂത്തുൻ എന്നതിൻ്റെ ബൈത്തുൻ എന്നിങ്ങനെ മുഫ്രദുകൾ ഇവിടെ എഴുതുക. അടുത്തത് തന്നിട്ടുള്ള വാക്കുകളുടെ മുളാരി എഴുതാനുള്ളതാണ്. ദഖല, യദ്ഖുലു, വസല, യസിലു, ലഇബ, യൽഅബു. അടുത്തത് തന്നിട്ടുള്ളവയുടെ ജം ആണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ത്വാലിബുൻ, തുല്ലാബുൻ, ഇബ്നത്തുൻ, ബനാത്തുൻ, മൻസിലുൻ, മനാസിലുൻ. ഇനി അടുത്തതായിട്ട് താഴെ തന്നിട്ടുള്ളവയിലേക്ക് അവിടെ പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വാക്കുകളിൽ കബല, ബൈന, ഇന്ദ ഇവയിൽ നിന്നും യോജിച്ചത് തെരഞ്ഞെടുത്ത് താഴെ തന്നിട്ടുള്ള വിട്ട ഭാഗത്ത് പൂരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് യജ്ലിസു ഡാഷ് അൽ ബാബി. യജ്ലിസു ഇരിക്കുന്നു, ബാബ് വാതില്. അപ്പോൾ വാതിലിൻ്റെ അരികിൽ എന്നർത്ഥം വരുന്ന ഇന്ദ, യജ്ലിസു ഇന്ദൽ ബാബി. അടുത്തത് യബ്ഹസു പരിശോധിക്കുന്നു, യബ്ഹസു ഡാഷ് അൽ കുത്തുബി പുസ്തകങ്ങളിൽ, പുസ്തകങ്ങൾക്കിടയിൽ പരിശോധിക്കുന്നു. അപ്പോൾ ഇടയിൽ എന്നർത്ഥം വരുന്ന ബൈന, യബ്ഹസു ബൈനൽ കുത്തുബി. അടുത്തത് റജഅതു ഇലൽ ബൈത്തി, ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഡാഷ് ഉറൂബി ഷംസി സൂര്യാസ്തമയത്തിന്. അപ്പം അവിടെ മുൻപ് എന്നാണ് അർത്ഥം വരുന്നത്. സൂര്യാസ്തമയത്തിന് മുൻപ് എന്നർത്ഥം വരുന്ന കബല. അപ്പം റജഅതു ഇലൽ ബൈത്തി കബല ഉറൂബി ഷംസ്. ഇനി അടുത്തതായിട്ട് നുതർജിമുൽ ആത്തിയ. താഴെ തന്നിട്ടുള്ളത് അറബി വാചകങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ആശയം എഴുതാനുള്ളതാണ്. അതിൽ ആദ്യത്തേത് ഫതഹത്തിൽ ബിൻതുൽ ബാബ്. അതിൻ്റെ അർത്ഥം പെൺകുട്ടി വാതിൽ തുറന്നു. ഇനി അടുത്തത് റഅയ്തുൽ അസദ മിനൽ ഹദീഖത്തി. അതിൻ്റെ ആശയം തോട്ടത്തിൽ സിംഹത്തെ കണ്ടു. ഇനി അവസാനത്തേത് യജ്ലിസു ത്വാലിബാനി ഇന്ദൽ ബാബി. രണ്ട് വിദ്യാർത്ഥിനികൾ വാതിലിനരികിൽ ഇരിക്കുന്നു.